രാജസ്ഥാനിൽ പിടിയിലായ പാക് ചാരൻ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സിം കാർഡ് എടുത്തു നൽകിയതായി കണ്ടെത്തി. രാജസ്ഥാനിലെ ഭരത്പൂർ ജില്ലയിൽ താമസിക്കുന്ന ഖാസിമിനെയാണ് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ ബന്ധുക്കളെയും ചോദ്യം ചെയ്തു വരികയാണ്. വിവരങ്ങളുമായി ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, എന്താണ് അന്വേഷണ ഏജൻസികളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ? ഇന്നലെയാണ് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രാജസ്ഥാനിൽ നിന്ന് ഈ ഖാസിമിനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്യാനുള്ള കാരണം പാക് ചാര സംഘടനകളുമായി ബന്ധപ്പെട്ടും ഒപ്പം രഹസ്യാന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ടും ഇയാൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നൊരു കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. കൂടാതെ പിന്നീട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഇയാൾ എടുത്തു നൽകിയിട്ടുള്ള സിം കാർഡുകൾ പാകിസ്ഥാനിലെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും കൂടാതെ ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹാൻഡിലുകളും ഈ സിം കാർഡുകൾ ഉപയോഗിച്ചു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലും ഈ വർഷം മാർച്ചിലും ഖാസിം പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ളതും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. 3 മാസത്തോളം പാകിസ്ഥാനിൽ കഴിഞ്ഞിട്ടുള്ള ഇയാൾ ചാരസംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഭാരതത്തിലെ സൈനിക കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ കൂടാതെ സൈന്യത്തിന്റെയും സൈനിക നീക്കങ്ങളുടെയും കേന്ദ്ര സർക്കാർ തീരുമാനങ്ങളും ഇയാൾ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് പാകിസ്ഥാന് കൈമാറി. ഇതിനായി ഇന്ത്യയിലെ സിം കാർഡുകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുള്ളത്. ഇതേ തുടർന്നാണ് ഇയാളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്തു. ഇതിന് പിറകെയാണ് ഈ ഖാസിമിന്റെ ബന്ധുക്കളെയും അന്വേഷണ ഏജൻസി നിലവിൽ ചോദ്യം ചെയ്തു വരുന്നത്. നീലിമ. ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.